അമേരിക്ക ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ എന്താണ് കാരണം? ഇറാന്റെ സ്ട്രാറ്റജിക്ക് മുമ്പിലുള്ള അമേരിക്കയുടെ സറണ്ടർ മാത്രമല്ല, ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ക്ലാഷ് ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നു. ഇസ്രായേൽ രൂപീകരിക്കപ്പെട്ട ആ ദിവസം തന്നെ ഇസ്രായേലിനെ അംഗീകരിച്ച രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുടെ മറ്റൊരു സ്റ്റേറ്റാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ. അമേരിക്കയിലെ മുഴുവൻ പ്രസിഡന്റുമാരും ഇസ്രായേൽ ലോബിക്ക് മുമ്പിൽ മുട്ടുമടക്കിയവരാണ്. ഇസ്രായേലിൻ്റെ സ്വാധീനം അമേരിക്കയിൽ വളരെ പ്രകടമാണ്. അമേരിക്കൻ ജനത ഇസ്രായേലുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നു. ചരിത്രപരമായി, രാഷ്ട്രീയപരമായി പല കാരണങ്ങളും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബാന്ധവത്തിനുണ്ട്. ഇവാഞ്ചലിക്കൽ ഗ്രൂപ്പുകൾ അവരൊക്കെ ഇസ്രായേലിനെ ഒരു ബിബ്ലിക്കൽ കാരണം കൊണ്ട് അംഗീകരിച്ചവരായിരുന്നു. ഡൊണാൾഡ് ട്രംപും ഇസ്രായേലിലെ US അംബാസഡർ മൈക്ക് ഹാക്കബി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ കടുത്ത ഇവാഞ്ചലിക് വിശ്വാസികളാണ്. കാത്തലിക് വിശ്വാസികളും ഇങ്ങനെ ബിബ്ലിക്കൽ ആസ്പെക്റ്റിൽ മതപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇസ്രായേലിനെ അംഗീകരിക്കുകയും പുലർത്തുകയും ചെയ്തിരുന്നു. അമേരിക്കൻ ജനതയുടെ ചിന്താഗതി മാറിയിരിക്കുന്നു. അമേരിക്കൻ വലതുപക്ഷത്ത് സംഭവിച്ച വലിയ പ്രകടമായ മാറ്റമാണിത്. ആ മാറ്റമാണ് ഇപ്പോൾ അമേരിക്കയെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്രായേലിനെ കൈയൊഴിയാൻ പ്രേരിപ്പിക്കുന്നത്. ഫലസ്തീനികളുടെ ദുരിതങ്ങളോട് അവർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന അനുപാതരഹിതമായ ആക്രമണങ്ങളിൽ അമേരിക്കൻ ജനത അസ്വസ്ഥരാണ്. ഇസ്രായേലിൻ്റെ വംശഹത്യയെ, ഗസയിൽ അവർ നടത്തുന്ന നരഹത്യക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടും ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ വോട്ട് നേടാം, ജൂയിഷ് കമ്മ്യൂണിറ്റിയും ഇസ്രായേലും രണ്ടാണ് എന്ന തിരിച്ചറിവിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു. ഇമ്രാൻ മംദാനി ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഡെമോക്രറ്റിക് പാർട്ടിയിലും റിപ്പബ്ലിക്കൻ പാർട്ടിയിലും ഈ ഷിഫ്റ്റ് കാണാൻ സാധിക്കും. ഇസ്രായേലിനെ പിന്തുണക്കാതെ തന്നെ ജൂയിഷ് കമ്മ്യൂണിറ്റിയുടെ പിന്തുണ നേടാൻ കഴിയുമെന്ന് സൊഹ്റാൻ മംദാനി തെളിയിച്ചിരിക്കുന്നു. ജോ ബൈഡനോ ബറാക്ക് ഒബാമയോ ബിൽ ക്ലിൻ്റനോ സാക്ഷാൽ ജോർജ് ബുഷോ ചെയ്യാത്ത അബദ്ധമാണ് ട്രംപ് കാണിച്ചത്. ഇസ്രായേൽ എല്ലാ കാലത്തും ഇറാനെതിരെ യുദ്ധം നടത്താൻ അമേരിക്കയുടെ പിന്നിൽ കൂടിയിരുന്നു. അമേരിക്കയെ അപകടപ്പെടുത്തുന്ന അബദ്ധമാണ് ട്രംപ് കാണിച്ചത് എന്ന തിരിച്ചറിവ് അമേരിക്കൻ ജനതക്കുണ്ടായി, അമേരിക്കൻ വലതുപക്ഷത്തിനുണ്ടായി. എന്തിന് നമ്മുടെ ടാക്സ് മണി ഇസ്രായേലിന് യുദ്ധം ചെയ്യാൻ നൽകണം എന്ന ചോദ്യം അമേരിക്കയിൽ ശക്തമാണ്. അതുകൂടിയാണ് ഇപ്പോൾ ഇറാനുമായുള്ള ഡീലിലേക്ക് അമേരിക്കയെ എത്തിച്ചത് എന്ന് നിസ്സംശയം പറയാം.